ദാരുണമായൊരു സംഭവമായിരുന്നു. അത്രത്തോളം സംഗതി ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുണ്ട്. കൃഷ്ണൻകുട്ടി നായരുണ്ട്, പ്രദേശവാസി സമീപവാസി. കൃഷ്ണൻകുട്ടി നായർ, താങ്കൾ അവിടെ ഉണ്ടോ, സ്ഥലത്തുണ്ടോ? കൃഷ്ണൻകുട്ടി നായർ കേൾക്കാമോ? കേൾക്കാം. അവിടെ ഉണ്ടോ, സ്ഥലത്തുണ്ടോ? എന്താ ഇപ്പം അത് കഴിഞ്ഞോ? മണ്ണൊക്കെ മാറ്റി കഴിഞ്ഞോ? മണ്ണ് മാറ്റി തീർന്നില്ല, മാറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ എന്താ എന്തെങ്കിലും കൂടുതൽ ആരെങ്കിലും അവിടെ കുടുങ്ങി? ഇപ്പൊ മണ്ണ് മാറ്റിയപ്പോ ഒരു ബാഗ് കിട്ടിയതേ ഉള്ളൂ. അടിയിൽ ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ മണ്ണ് വീണ്ടും മാന്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തീരാറായി, കാൽഭാഗം കൂടെ ഉണ്ട്. ആരൊക്കെ ഉണ്ട് അവിടെ ഇപ്പോ? കളക്ടറുണ്ട്, MP ഉണ്ട്, MLA ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും മറ്റു നാട്ടുകാരും പോലീസ്, ഫയർഫോഴ്സ്, മറ്റേ ഇലക്ട്രിസിറ്റി എല്ലാവരും ഒന്നടങ്കം രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മനസ്സിലായത്? ടിപ്പറാണ്, അത് മനസ്സിലായി. ഇത് അപകട കാരണം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ബ്രേക്ക് ചവിട്ടിയപ്പോ അവിടെ ബസ് കാത്തു നിന്ന ആളുകളുടെ പുറത്തേക്ക് മറിയുകയായിരുന്നു. എത്ര പേരുണ്ടായിരുന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത വന്നിട്ടുണ്ടോ? എത്ര പേരുണ്ടെന്ന് വ്യക്തമല്ല. 8 പേരെന്നൊക്കെ പറയുന്നു. 3 പേര് മരിച്ചു. 3 പേര് കുട്ടനാട് താലൂക്ക് ആശുപത്രിയിൽ മരിച്ചു. അതിലൊരു കുട്ടിയുണ്ട്. 14 വയസ്സുള്ള കുട്ടിയല്ലേ? 2 പേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്ന് പറയുന്നു. ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വിവരം കൃത്യമായല്ല. 3 പേര് മരിച്ചെന്ന കൺഫേമാണ്. ശരീരഭാഗങ്ങളൊക്കെ അറ്റുപോയി എന്നും ഇങ്ങനെ പറയുന്നുണ്ട്. കാല് പല ഭാഗങ്ങളും വ്യക്തമല്ല, മണ്ണായോണ്ടേ അതിന്റെ മുഖമൊന്നും വ്യക്തമായി മനസ്സിലാവുന്നില്ല. സമീപത്തുള്ള കെട്ടിടത്തിനും നാശനഷ്ടം സംഭവിച്ചിട്ടില്ല. കടയായിരുന്നു, 2-3 കടയുടെ പിന്നെ ഷെയ്ഡൊക്കെ പൊളിഞ്ഞു പോയി, മതിൽ മൊത്തം പൊളിഞ്ഞു പോയി. ഈ അവിടെയൊക്കെ ടിപ്പറിന്റെ ഫിറ്റ്നസിന്റെ ഒക്കെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാണിക്കുന്നുണ്ട്. അത് ടയർ പിന്നെ ജിയോളജിന്ന് അത് കൊടുത്തിട്ടുള്ള കളക്ടർ അഭിപ്രായപ്പെടുന്നു. മറ്റ് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തില്ല. അന്വേഷിക്കുമെന്നാണ് കളക്ടർ പറയുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയോ അവിടെ? എല്ലാവരും ഉണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരും ഉണ്ട്. ശരി. ഈ കുറച്ച് അല്പസമയം കൂടെ വേണ്ടി വരും അല്ലേ മണ്ണ് മാറ്റാൻ? അല്പസമയം കൂടെ വേണ്ടി വരും. ശരി. അപ്പോൾ കൃഷ്ണൻകുട്ടി നായർ എന്നുള്ള ആ സമീപവാസി, അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹമാണിപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഏതായാലും അതീവ ഗൗരവതരമായൊരു അപകടം തന്നെയാണ്, സംശയമില്ല. അത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കണം എന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ അത് സംഭവിക്കില്ല. നമുക്ക് എത്ര നിയമ സംവിധാനം ഉണ്ടായാലും, നമ്മുടെ സംവിധാനങ്ങൾ എത്ര സ്ട്രിക്റ്റ് ആണെങ്കിലും പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു ലൂസാകുന്ന സമയത്താണ് ഇത്തരം അനധികൃതമായി മണ്ണ് കയറ്റുന്നവരും കൊള്ളക്കാരും ഒക്കെ വല്ലാതെ ഈ നാട് വാഴുന്ന ഒരവസ്ഥ വരുന്നത്. സമാനമായി തന്നെ സംഭവിച്ചിരിക്കുന്നു. അത് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചിരിക്കുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും സജിത്ത് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സജിത്ത്, ഇനിയിപ്പോൾ കുറച്ച് മണ്ണ് കൂടി മാറ്റി നോക്കിയാൽ മാത്രമാണ് ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ സാധിക്കുക. എപ്പോഴേക്ക് അത് പൂർണ്ണമായും രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, നമുക്ക് ആ പ്രദേശവാസി വിശദീകരിച്ചതുപോലെ തന്നെ അവസാന ഘട്ടത്തിലാണ്. ഇനി ചെറിയ അളവിലുള്ള മണ്ണ് മാത്രമേ മാറ്റാനുള്ളൂ എന്നതാണ്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സാധാരണ രീതിയിൽ പെട്ടെന്ന് വെള്ളം മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നു എന്ന സംശയത്താൽ തന്നെ വളരെ സസൂക്ഷ്മമാണ് മാറ്റുന്നത്. മറ്റ് ആരും അതിൽ കുടുങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തത വരുത്തുന്നത്. തുടരുക. രാമകൃഷ്ണപിള്ള എന്ന ഒരു സമീപവാസി കൂടിയുണ്ട്. രാമകൃഷ്ണപിള്ള അവിടെ ഉണ്ടോ, സ്ഥലത്തുണ്ടോ? എന്താ ഇപ്പൊ എന്തോ അവിടെ നടക്കുന്നേ? 3 പേരാണ് മരിച്ചത്. 4 പേരെ കൊല്ലത്ത് കൊണ്ടുപോയിട്ടുണ്ട്, ബെൻഷിയറിൽ. 2 പുരുഷന്മാരും ഒരു കൊച്ചും, 15 കൊച്ചുമാണ് ഇപ്പൊ മരിച്ചിട്ടുള്ളത്. ബോഡി ഇപ്പൊ മണ്ണെല്ലാം നീക്കി കഴിഞ്ഞപ്പോ അതിനകത്തില്ല. കൊണ്ടതൊരു സംശയമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. മണ്ണ് പൂർണ്ണമായിട്ട് നീക്കിയോ? പൂർണ്ണമായും നീക്കി. ഒരു വലിയ ലോഡ് ഗ്രാവൽ ഉണ്ടായിരുന്നു അല്ലേ? വലിയ ലോഡ് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഭാഗത്തുനിന്നല്ല, മുട്ടറ ഭാഗത്തു നിന്നാണ് മണ്ണ് വന്നതെന്നാണ് അറിയുന്നത്. കരുനാഗപ്പള്ളിക്കാരുടെ വണ്ടിയാണ് ഇത്. വണ്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട വണ്ടിയാണ്. വണ്ടിക്ക് ഫിറ്റ്നസ് ഉണ്ടോ എന്ന് അറിയാൻ കഴിയുന്നില്ല. വണ്ടി ഏറ്റവും മോശപ്പെട്ട വണ്ടിയാണ്. ബ്രേക്ക് പിടിക്കാൻ നിൽക്കാത്ത ടയറുകളെല്ലാം കുഴപ്പമുള്ളതാ. ടയറുകളെല്ലാം പരിശോധിച്ച് വളരെ കുഴപ്പമുള്ള. ഈ റോഡ് ഒരു 3 കൂടുന്ന കവലയാണല്ലേ? ഒരു കവല അതിന്റെ സമീപത്താണല്ലേ? അതെ. രാവിലെ മുതലേ കുട്ടികളെല്ലാം ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുമല്ലേ. ട്യൂഷന് പോയിട്ട് പിന്നെ സ്കൂളിലും ഒക്കെ പോകാനുള്ള സമയമായിരുന്നു. ചെറിയ ചാറ്റമഴ പോലെ ഉള്ളത് കൊണ്ടാണ് അവർ ആ കടയുടെ ഫ്രണ്ടിൽ കയറി നിന്നേ. കൂടുതൽ അപകടം ഉണ്ടായേനെ. നേരത്തെ ഒരു ശ്രീവത്സവം എന്ന് പറഞ്ഞൊരു ബസ് വന്ന് കുറച്ച് പേര് പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് ഇപ്പോൾ ഈ ടിപ്പർ ലോറികളൊക്കെ ഈ സമയത്ത് ഭയങ്കര അമിത വേഗത്തിൽ
പായുന്നൊരു സ്ഥലം കൂടാണ്. കൊട്ടാരക്കര കൊല്ലം ജില്ലയിൽ വളരെ അമിത വേഗത്തിൽ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നതാണ്. അനന്തമായി മണ്ണെടുപ്പാണുള്ളത്. അപ്പൊ ഞാൻ പല പ്രാവശ്യം വിജിലൻസിന് പരാതി കൊടുത്ത് വിജിലൻസ് ഒന്ന് പരിശോധിച്ച് എല്ലാവർക്കും 5 ലക്ഷവും 4 ലക്ഷവും ഒക്കെ ഫൈനടിച്ചിട്ടുള്ളതാണ്. അതൊന്നും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നൊന്നും യാതൊരു ശ്രദ്ധയും ഇത്തരം കാര്യത്തിൽ നടപ്പാക്കുന്നില്ല. എന്തായാലും ഇപ്പൊ എല്ലാരും ഉണ്ടല്ലേ? RDO അടക്കം എല്ലാരും ഉണ്ട്. എല്ലാവരും സ്ഥലത്തുണ്ട്. ഏതാണ്ട് എത്ര പേരുണ്ടായിരുന്നുവെന്നും എത്ര പേർക്ക് പരിക്കുണ്ട് എന്നൊരു കാര്യത്തിലൊക്കെ വ്യക്തത വന്നിട്ടുണ്ട്. 7 പേര് 3 പേര് മരിച്ചുപോയി. 4 പേരിപ്പം കൊല്ലത്ത് ബെൻസർ ഹോസ്പിറ്റലിലാണ്, ഗുരുതരാവസ്ഥയിലാണ്. മെഡിസിറ്റിയിലാണ്. ശരി. നന്ദി. ഏതായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് മണ്ണ് പൂർണ്ണമായി മാറ്റി ഇപ്പോൾ രക്ഷാപ്രവർത്തനം എന്നുള്ള ആ ഒരു കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ അവസാന ഘട്ടത്തിലേക്കാണ്. ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി അത് സംബന്ധിച്ചൊരു കൃത്യമായ കണക്കിലേക്ക് കൂടി വരികയാണ്. 3 മരണം സ്ഥിരീകരിക്കുന്നു. കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന പരിശോധന ഇപ്പോഴും നടക്കുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഇതിൻ്റെ ഒരു സാഹചര്യം, അപകടമുണ്ടാക്കിയ അവസ്ഥ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് അടക്കം ചർച്ചയാവുകയാണ്. കാരണം വാഹനത്തിൻ്റെ ഫിറ്റ്നസ് അടക്കം വളരെ മോശമാണ് എന്ന സാഹചര്യം വരുന്നുണ്ട്. ഒരുപക്ഷേ വാഹനം നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയാതെ പോയതിൻ്റെ കാരണവും അതുതന്നെയാവാം എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. ഒരുപക്ഷെ അതുതന്നെ ആവണം സംഭവിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ പരിശോധനകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ഒരു ബൈക്ക് വരുന്നു, മുന്നിൽ ഒരു ബുള്ളറ്റ് വരുന്നു. അതിനെ വെട്ടിച്ചു മാറ്റാൻ വേണ്ടി, അതിന് മുന്നിൽപ്പെടുന്നതിരിക്കാൻ വെട്ടിച്ചു മാറ്റാൻ വേണ്ടി ഈ ടിപ്പർ ലോറി ശ്രമിക്കുന്നു. അങ്ങനെയാണ് അപകടമുണ്ടായെന്ന് ഒരുപക്ഷെ കരുതാം. ഇത് നമുക്ക് ഈ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂയുടെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ കൂടി വ്യക്തമാവുന്നുണ്ട്. നമുക്കിപ്പോൾ പ്രദേശത്ത് നിന്നല്ലാതെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ചില സൂചനകൾ ഏറ്റെടുക്കുകയാണ് വേണ്ടി വരിക. അതായത് നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം സാധാരണ രീതിയിൽ ഈ കോൺവെക്സ് ലെൻസുകൾ മാർക്ക് ചെയ്യാറുണ്ടല്ലോ ഈ ഇടുങ്ങിയ റോഡുകളിൽ. മറ്റു റോഡിൽ നിന്ന് വാഹനങ്ങൾ കടന്നു വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി പ്രത്യേക ലെൻസുകൾ മാർക്ക് ചെയ്യാറുണ്ടല്ലോ. ഇത് ആ രീതിയിലുള്ള ലെൻസൊക്കെ ഈ ജംഗ്ഷനിലും ഉണ്ടായിരുന്നു. അതായത് മറു റോഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ ഇല്ലയോ എന്നത് കാണാൻ, റോഡ് ഇടുങ്ങിയതായതുകൊണ്ട് തന്നെ കാണാൻ കാഴ്ച പരിമിതികൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത് വെച്ചതെന്ന് നമുക്ക് കരുതാം. അതുതന്നെ ഈ റോഡിൻ്റെ ഈ പ്രദേശത്തിൻ്റെ ഒരു അപകടാവസ്ഥ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ അതും അപകടത്തിന് കാരണമായേക്കാം. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഈ മേഖലയിലാണ് അപകടം നടന്നിരിക്കുന്നത്. ഇതാണ് ആളുകൾ ബസ്സിന് വേണ്ടി ഇവിടെ ബസ് കാത്തു നിൽക്കാറുള്ള ഒരു പ്രദേശം ഇതാണ്. ഈ മേഖലയിൽ തന്നെയാണ് വാഹനം ഇടിച്ചു കയറിയെന്നാണ് നമ്മൾ കരുതുന്നത്. നേരെ പാസേജിലും വളരെ വേഗത്തിൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഇടമാണ്. അതേസമയം തന്നെ അതിൻ്റെ തൊട്ട് പിറകുവശത്തേക്ക് പോകുമ്പോൾ റോഡിനൊരു ടേണിംഗ് ആണ്. ഈ ടേണിങ്ങിൽ നിന്നും കടന്നു വന്ന വാഹനമാവാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ്റെ ഒരു പ്രത്യേകത, ഈ പ്രദേശത്തിൻ്റെ റോഡിൻ്റെ ഒരു ഇടുങ്ങിയ അവസ്ഥ, ഇതൊക്കെ അപകടത്തിന് കാരണമായേക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനപ്പുറം മത്സരയോട്ടം, അമിത വേഗത, വാഹനത്തിൻ്റെ ഫിറ്റ്നസ് അടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടി വരും. എന്തായാലും വളരെ ദാരുണമായൊരു അപകടമാണ്. രാവിലെ വീടുകളിൽ നിന്ന് കുളിച്ചൊരുങ്ങി റെഡിയായി സ്കൂളുകളിൽ പോകാൻ വേണ്ടി കാത്തുനിന്ന കുട്ടികൾ അപകടത്തിൽപ്പെട്ടു എന്നത് ആ കുടുംബങ്ങളിലുണ്ടാക്കിയ വലിയ ഞെട്ടൽ. അതിൻ്റെ സാഹചര്യം വളരെ ഇതാണ്. ഒപ്പം അപകടത്തിൽ 3 മരണം സ്ഥിരീകരിക്കുന്നു. കൂടുതൽ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ കൂടി വരുന്നു. എന്തായാലും കൊല്ലത്തെ തന്നെ ആശുപത്രികളിലാണ് എല്ലാവരും ഉള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അടക്കം ആളുകളെ കൊണ്ടുവരുമെന്ന സൂചന ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അതുണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കൊല്ലത്ത് തന്നെയാണ് എല്ലാവരും ഉള്ളത്. അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് അപകട കാരണം, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അടക്കമുള്ള വിശദമായ ഒരു പരിശോധന കൂടി നമുക്ക് ആ സ്ഥലത്ത് നിന്ന് നടത്തേണ്ടതുണ്ട്. അതാണ് 4 പേർ, 3 പേർ മരിച്ചു. അതിൽ 2 മുതിർന്നവരും ഒരു 14 വയസ്സുള്ള കുട്ടിയുമാണ് മരിച്ചവരിൽ ഉള്ളത്. അതിൽ 4 പേർ ഇപ്പോൾ കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിൽ, മെഡിസിറ്റിയിൽ, കൊല്ലം മേവറത്തുള്ള മെഡിസിറ്റിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ നില ഗുരുതരമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവരും ഗുരുതരാവസ്ഥയിലാണ്. അതിൽ ഈ ടിപ്പർ ലോറി ഡ്രൈവർ അടക്കം പെട്ടിട്ടുണ്ട്. വിനീഷ് അവിടെ തുടരുന്നുണ്ട്. വിനീഷ്, ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വിനീഷ്? കൃത്യം 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 7 മണിക്കുണ്ടായ അപകടമാണ്. കടലാവിള ആർമൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി നീലേശ്വരം ശ്രീതാഭവനിൽ പാർത്ഥിപ്, അതുപോലെ തന്നെ നീലേശ്വരം അനക്കാഭവനിൽ KSRTC ജീവനക്കാരൻ അജയൻ 45 വയസ്സ്, കുടവട്ടൂർ ലക്ഷ്മി കോട്ടേജിൽ ഹരിലാൽ എന്നിവരാണ് മരിച്ചത്.
പരിക്കേറ്റ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം ആശുപത്രിയിലുമായിട്ടാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. തെരച്ചിലുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്രി ബിന്ദു കൃഷ്ണൻ അടക്കം ഇപ്പോൾ അല്പസമയത്തിനകം സ്ഥലത്തെത്തുമെന്നാണ് അറിയുന്നത്. ഒരിക്കലും സുരക്ഷ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് നാടിനെ ദുഃഖത്തിലാക്കിയ കണ്ണീരിലാക്കിയ വലിയൊരു ദുരന്തമായി തന്നെ ഇത് മാറി എന്നുള്ളതാണ്. നിരവധി ആൾക്കാർ ഇത് അറിഞ്ഞും കേട്ടുമെല്ലാം പല ദിക്കുകളിൽ നിന്നായി ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. വാഹനം വലിയ തിരക്കില്ലെങ്കിൽ പോലും എന്നാലും അത്യാവശ്യം തിരക്കുള്ള ഒരു റോഡാണ്. അപ്പോൾ ഗതാഗതമെല്ലാം ഇപ്പോൾ സ്തംഭിക്കുന്ന സാഹചര്യമുണ്ട്. വാഹനങ്ങളെല്ലാം മറ്റ് കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലൂടെയാണ് ഇപ്പോൾ കടത്തിവിടുന്നത് പോലീസ്. ശരിക്കും നാടിനെ ദുഃഖത്തിലാക്കിയ ഒരു സംഭവമായി തന്നെ ഇത് മാറി, വലിയൊരു ദുരന്തമായി തന്നെ മാറി എന്നുള്ളതാണ്. തെരച്ചിലുകൾ ഇപ്പോൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. കാരണം മണ്ണ് ഏറെക്കുറെ എല്ലാം നീക്കം ചെയ്ത് കഴിഞ്ഞു. ഇനി ആരും ഇല്ല എന്നുള്ളത് ഉറപ്പിലാണ്. ഇപ്പോൾ കളക്ടർ അടക്കം ഇവിടെ സ്ഥലത്തെത്തി ഇപ്പോൾ പിരിഞ്ഞു പോവുകയും ചെയ്തു. ആൾക്കാരെല്ലാം തന്നെ കൂടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പരിക്കേറ്റവരെ ഇപ്പോഴും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ആയിട്ട് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. അതായത് മണ്ണ് പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞു. ഇനിയും മണ്ണിനടിയിൽ ആരും കുടുങ്ങിക്കിടപ്പില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മൊത്തം 7 പേരാണ് ഈ മണ്ണിനടിയിൽ കുടുങ്ങിയത്, മണ്ണിനും പാറയ്ക്കുമിടയിൽ കുടുങ്ങിയത്. അതിൽ 3 പേർ മരണപ്പെട്ടു. 14 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ടിപ്പർ ഡ്രൈവർ അടക്കം 4 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.